ശബരിമലയിൽ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്നുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം രണ്ട് സ്ത്രീകൾ ശബരിമല ദർശനം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് കേരളം വലിയ ഒരു കലാപത്തിന് വേദിയാവുകയും ചെയ്തു. പലരും ശബരിമല വിഷയത്തിൽ നിലപാടുമായി മുന്നോട്ട് വന്നപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ടാണ് ഇപ്പോൾ UN രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ പ്രായഭേദമന്യേ പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കാനാണ് UN പ്രേരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കി യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസിന്റെ ഔദ്യോഗിക വക്താവ് ഫർഹാൻ ഹക്ക് രംഗത്ത് വന്നു. ശബരിമല യുവതി പ്രവേശനത്തെ തുടർന്ന് ആക്രമണ സംഭവങ്ങളുണ്ടായ സാഹചര്യത്തിൽ വിഷയത്തിൽ UN നിലപാടിനെ കുറിച്ച് ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി അഭിപ്രായം പറഞ്ഞ വിഷയമാണ്. എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണം. അവകാശങ്ങളെക്കുറിച്ചും തുല്യാവകാശങ്ങളെക്കുറിച്ചും UN അടിസ്ഥാനപരമായ നിലപാടും എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസിന്റെ ഔദ്യോഗിക വക്താവ് ഫർഹാനക്ക് വ്യക്തമാക്കി. കനകദുർഗയും ബിന്ദുവും ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നതോടുകൂടി ശബരിമല ദർശനം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് നടന്ന കലാപങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു ശ്രീലങ്കൻ യുവതിയും ദർശനം നടത്തി. എന്നാൽ ശബരിമല വിഷയം കത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംഘപരിവാർ ഇപ്പോഴുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നിരവധി നേതാക്കന്മാരായിരിക്കും കേരളത്തിലെത്തുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.